ഭദ്രകാളി. ഭദ്രകാളി അമ്മ. ഭക്തര് അമ്മേ എന്ന് വിളിച്ചാരാധിക്കുന്ന കാളി സങ്കല്പത്തിനെ കുറിച്ച് കുറച്ച് മനനം നടത്താം. കാളുന്നവള് കാളി എന്നാണ് കാളി നാമത്തിന്റെ അർത്ഥം. അതിൽ നിന്നുതന്നെ കാളിക്ക് രൂപം ഇല്ല എന്നു താൽപര്യം. അപ്പോൾ നമ്മൾ കാണുന്ന കാളി രൂപത്തിന്റെ അർത്ഥം എന്താണ്? രൂപത്തിന് അപ്പുറം എന്താണ് അർത്ഥമുള്ളത്? കാളി എന്നത് ശരിക്കും ബ്രഹ്മം സങ്കല്പം തന്നെയാണ്. നാം കാളിയെ അറിയുന്നത് അനുസരിച്ച് കാളി നമ്മളിൽ കാണുന്നു. ശരിക്കും കാളിരൂപം ശ്രദ്ധിച്ചാല് ധാരാളം കൈകളും ഓരോ കൈകളിലും ഓരോരോ ആയുധങ്ങളും, ഉദാഹരണത്തിന് വാള്, ശൂലം, കുന്തം, സർപ്പം തുടങ്ങിയ അനേകം ആയുധങ്ങള് കൂടാതെ അറുത്ത് എടുത്ത ദാരികന്റെ തലയും, രക്തം ശേഖരിക്കുന്ന പാത്രവും, മുണ്ടനമാലയും, കരങ്ങളാല് കോർത്ത പാവാടയും, നീണ്ട നാവും, ചിതറി നിറഞ്ഞു കിടക്കുന്ന തലമുടികളും, ചലനാത്മകം ആയ പാദങ്ങളും, ഒരു പാദം മഹാശിവന്റെ നെഞ്ചത്തുമായി നിൽക്കുന്ന ആ ഭദ്രകാളി തത്വം എന്താണ്? കാളിയമ്മയുടെ നിറം കടുനീലയും കറുപ്പുമാണ്. ഈ രണ്ട് നിറവും നിഗൂഢ അനന്തത എന്നിവയെ സൂചിപ്പിക്കുന്നു. കടലും നീലാകാശവും ഇതിന് ഉദാഹരണമാണല്ലോ. അതുപോലെ തന്നെയാണ് കാളിയമ്മ അനന്തതയുടെ പ്രതീകം തന്നെയാണെന്ന് സാരം. അമ്മയുടെ കാൽക്കൂന്തല് ഇടതടവില്ലാതെ നിറഞ്ഞു കിടക്കുന്നു. ആ കാൽക്കൂന്തല് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്തുവാന് സാധ്യമല്ല. ഓരോ രോമവും ദേവിയുടെ അനന്തമായ ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നോക്കിയാല് കാളിയമ്മയുടെ ഗുണങ്ങൾ ആർക്കും വർണ്ണിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല എന്നത് തന്നെ. അമ്മയുടെ തൃക്കണ്ണ് അമ്മയുടെ ഉൾക്കിണ് തുറന്നതിനെ അല്ലേ സൂചിപ്പിക്കുന്നത്? അറിയേണ്ടതിനെ അറിഞ്ഞു എന്ന് താൽപര്യം. മൂന്നാം കണ്ണുകളാൽ ആണ് അമ്മ എല്ലാം കാണുന്നു എന്ന് അർത്ഥമാകുന്നു. വളരെ നീണ്ട നാവ്, ചുമന്ന നാവ്, തന്റെ വെളുത്ത പല്ലുകളാല് കടിച്ചു നിൽക്കുന്ന കാളിയമ്മ താന് തന്നില് ഉള്ള സാത്വിക ഗുണങ്ങള് തന്നില് ഉള്ള രജോഭാവത്തിനെ കീഴടക്കിയ തപസ്വിനി തന്നെ. കൂടാതെ നീണ്ട നാവ് സൂചിപ്പിക്കുന്നത് താന് യോഗവിദ്യയില് പ്രാവീണ്യം നേടിയവള് എന്നും അർത്ഥമാകുന്നു. അമ്മ കേജരി മുദ്രയിലൂടെ അമൃത് പാനം ചെയ്ത പരമയോഗിനി എന്നത് തന്നെ അല്ലേ? അമ്മയുടെ കഴുത്തില് കിടക്കുന്ന മുണ്ടമാല അമ്മയുടെ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. ബുദ്ധിക്ക് അപ്പുറം വിലസുന്നവള് എന്ന് ചിന്തിക്കാം. കൂടാതെ പറയപ്പെടുന്നു, ജീവികള് ഉദയം ചെയ്യുന്നതിന് മുൻപേ ദേവി മുണ്ടനമാല ധരിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സകല ജീവികളുടെ മാതാവാണ് കാളിയമ്മ എന്നതല്ലാതെ വേറെ എന്താണ്? അമ്മ പ്രപഞ്ച മാതാവും കൂടിയാണ് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. കരും കൊണ്ടുള്ള പാവാടയാണ് അമ്മയുടെ വേഷം. കരും എന്നത് ബലം എന്ന് അർത്ഥം. അതായത് അമ്മയുടെ മാനം തന്റെ ബലത്താല് സംരക്ഷിക്കപ്പെടുന്നു എന്നല്ലേ? തന്നില് ഉള്ള ശക്തിയാണ് അമ്മയുടെ വസ്ത്രം. പൊതുവെ അർദ്ധനഗ്ന ആയാണ് കാളിയമ്മയുടെ ചിത്രങ്ങൾ കാണപ്പെടുന്നത്. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന അമ്മയ്ക്ക് ഏതു വസ്ത്രങ്ങളാലും മറക്കുവാനാകും. ഉയർന്ന മാറിടം അമ്മയുടെ മാതൃത്വത്തെ സൂചിപ്പിക്കുന്നു. തന്റെ ഭക്തരോടുള്ള അഗാധ മാതൃഭാവം. അമ്മയുടെ കൈകള് നിറയെ ആയുധങ്ങളാണ്. ഓരോരോ ആയുധങ്ങളും അമ്മയുടെ ആത്മീയ ശക്തിയും ഭൗതിക ശക്തിയും സൂചിപ്പിക്കുന്നു. വിവേകമാണ് കൈയില് ഉള്ള വാള്. സൃഷ്ടിയുടെ പ്രതീകം കൈയില് ഉള്ള ശംഖ്. സ്ഥിതി അമ്മയുടെ കൈയില് ഉള്ള പരിച. അങ്ങനെ പോകുന്നു. അമ്മയുടെ ഒരു കൈയില് ദാരികന്റെ തലയുണ്ട്. മറ്റൊരു കൈയില് ദാരികന്റെ ചോര ശേഖരിക്കുന്നു, അത് പാനം ചെയ്യുവാന്. ഒരിക്കലും ചോര കുടിക്കുന്നവള് എന്നല്ല അർത്ഥം. അഹങ്കാരത്തിന്റെ തലയാണ് അമ്മ അറുത്ത് ഭക്തരെ രക്ഷിക്കുന്നത്. എപ്പോൾ അഹങ്കാരം പോകുന്നോ അപ്പോൾ അവിടെ നിന്നും അമൃതല്ലേ ഒഴുകുകയുള്ളൂ. അങ്ങനെ നോക്കിയാല് അമ്മ നമ്മളിൽ നിന്നും ഒഴുകുന്ന അമൃത് കുടിക്കുന്ന ദേവി എന്നു സാരം. ധാരാളം കൈകള് അമ്മയ്ക്കുണ്ട്. എന്നാല് പാദങ്ങള് രണ്ടെണ്ണവും. പാദങ്ങള് അമ്മയുടെ സത്യവും ധർമ്മവുമാണ് സൂചിപ്പിക്കുന്നത്. അമ്മയില് നിന്ന് ഭൗതിക നേട്ടം ആഗ്രഹിക്കുന്നവര് അമ്മയുടെ കൈകളെയാണ് ആശ്രയിക്കുന്നത് എന്ന് അർത്ഥം. അപ്പോൾ അമ്മ അതാത് കൈകളാൽ അനുഗ്രഹിക്കുന്നു. എന്നാല് സത്യവും ധർമ്മവും മാത്രം ആശ്രയിക്കുന്ന ഉത്തമ ഭക്തര് അമ്മയുടെ പാദാരവിന്ദമാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ എന്തു സംഭവിക്കുന്നു? അമ്മയുടെ കൈകള് എല്ലാം അവനില് അനുഗ്രഹം ചൊരിയുന്നു. അമ്മയുടെ പാദങ്ങള് ചലനാത്മകമായി കാണപ്പെടുന്നു. അമ്മയുടെ ഒരു പാദം പരമശിവത്തെ മാറിലാണ് ചവിട്ടി നിൽക്കുന്നത്. ഇവിടെ പരമശിവന് നിശ്ചല ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തില് നിന്നുമുണ്ടായ പ്രകൃതി, ചലനാത്മകം ആയ പ്രകൃതി തന്നെയല്ലേ മഹാമായ ആയ കാളി മാതാവ്. ഇങ്ങനെ നോക്കുമ്പോൾ കാളിയമ്മയുടെ തത്വം ശരിക്കും അദ്വൈത ബോധം നൽകുന്ന ഒരു മഹാസങ്കല്പം തന്നെയല്ലേ? അമ്മ ആയി കണ്ടാലും ബ്രഹ്മത്തില് നിന്നുണ്ടായ പ്രകൃതി ആയി കണ്ടാലും അത് നമ്മളില് ആത്മീയ ഉണർവ് ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ് നമ്മളില് സംഭവിക്കുന്നത്. മുടിയമ്മ.